ഹലോ, നമസ്കാരം ബുള്ളറ്റ് പ്രേമികളെ. അപ്പോൾ ഇന്ന് നമുക്ക് വർക്കിന് വന്നേക്കുന്ന ഒരു വണ്ടി തികച്ചും സ്പെഷ്യലാണ്. വണ്ടിയല്ല സ്പെഷ്യൽ, വണ്ടിയുടെ ഓണറാണ് സ്പെഷ്യൽ. അതേപോലെ നമ്മുടെ അടുത്ത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന വണ്ടികളും വണ്ടിക്കാരൊക്കെ സ്പെഷ്യലാണ്. പക്ഷേ ഇദ്ദേഹം ഒരു സ്പെഷ്യൽ അദ്ദേഹം ഒരു കായിക താരമാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യലാണെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മേഖല അധികം അവരെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഒരു സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റാത്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഷെൽട്ടൺ ഡെക്കോസ്റ്റ. അദ്ദേഹം ഞങ്ങളുടെ സ്വന്തം എറണാകുളംകാരനാണ്. അദ്ദേഹം ശ്രീലങ്കയിൽ നടന്ന അമേരിക്കൻ അത്ലറ്റ് മീറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 9 സ്വർണ്ണങ്ങൾ കരസ്ഥമാക്കിയ ഒരു കായിക താരമാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു കായിക താരമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് ഈ വണ്ടി ഒന്ന് ശരിയാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ദിവസം വന്ന് ഇതിൻ്റെ പോയിൻറ്റും ഡെൽക്കോയൊക്കെ ഗവർണറൊക്കെ ശരിയാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ മിസ്സിങ്, അതുപോലെ പിക്കപ്പ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് ശരിയായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യത്ത് വന്നത് ഇതിൻ്റെ ക്ലച്ച് സ്ലിപ്പിംഗ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അന്ന് ക്ലച്ച് സ്ലിപ്പിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെല്ലാം കൂടെ ചെയ്ത് തീർക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി വന്നപ്പോൾ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അന്ന് വേറൊരു വണ്ടി ഉണ്ടായിരുന്നാണ്, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വേറൊരു ദിവസം സാറിൻ്റെ ഒരു തിരക്കില്ലാത്തൊരു ദിവസം, എനിക്കും തിരക്കില്ലാത്തൊരു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്ത് സാറ് പോയി സാധനങ്ങളൊക്കെ എല്ലാം ജെആറിൽ നിന്നാണ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് ക്ലച്ച് സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു മെയിനായിട്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ് നല്ലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടറിയാം, ഇത് ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എംപ്ലേറ്റിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുപോലെ MS ക്യാപ്പിന് പ്രശ്നം ഉണ്ടായിരുന്നു, പ്ലഞ്ചറിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാ വണ്ടികൾക്കും പ്രാവർത്തികമാവണമെന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ട് വരാം. അതുപോലെ ക്ലച്ച് സ്ലിപ്പിങ് മെയിനായിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് നമ്മൾ ഒരു കംപ്ലൈൻറ്റും തന്നെ വരില്ല. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലച്ച് താങ്ങി വണ്ടി ഓടിക്കുന്നവരുണ്ട്, ബ്ലോക്കിൽ ചെന്ന് നിൽക്കുമ്പോൾ ക്ലച്ച് താങ്ങി നിൽക്കുന്നവരുണ്ട്. അതേപോലെ വണ്ടി ഓടിക്കുമ്പോൾ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഒരു ഇടത്തെ സൈഡിലെ വിരൽ എപ്പോഴും ക്ലച്ചിലിങ്ങനെ ഞെക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ക്ലച്ചിന് ഭയങ്കരമായിട്ട് തേയ്മാനം വരാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം ക്ലച്ച് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ക്ലച്ചിന് തേയ്മാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പവർ ലോസ് ഉണ്ടാവും, വണ്ടിക്ക് പവർ ലോസ് ഉണ്ടാവും. നമ്മളിപ്പോൾ അതെങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഒരു നിശ്ചിത ഒരു ലെവലിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് എന്തെങ്കിലും ശ്രമിച്ച് നമ്മളൊന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഉദ്ദേശിച്ച വരെ ഒന്നും കയറി പോവില്ല. വണ്ടി ചുമ്മാ റേസ് ആവുള്ളൂ, വണ്ടി കയറി പോവില്ല. അത് യൂസ് എഞ്ചിനുകൾക്ക് അത് കുറവായിരിക്കും. അപ്പോൾ അതിന് ക്ലച്ച് ഡിസ്കിൻ്റെ എണ്ണം കൂടുതലാണ്, ഇതിന് ക്ലച്ച് ഡിസ്കിൻ്റെ എണ്ണം കുറവാണ്. പിന്നെ അതുപോലെ വളരെ തിന്നാണ് ഇപ്പോൾ വരുന്ന ക്ലച്ച് ഡിസ്കുകളൊക്കെ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താലേ ക്ലച്ച് കുറച്ചുകൂടി ലൈഫ് ചെയ്യും. പിന്നെ ഇത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ 4 പ്ലേറ്റ് ഇൻഡുറൻസ് ടൈപ്പ് ക്ലച്ചാണ് യൂസ് ചെയ്തേക്കണത്. അത് കമ്പനി വരുന്നതന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ക്ലച്ച് ബെൻഡ് ഇല്ലാതിരിക്കാൻ, അതായത് ക്ലച്ച് ഔട്ട് ഇല്ലാതിരിക്കാൻ നമ്മൾ സ്റ്റഡി പ്ലേറ്റ് ആദ്യം ഒന്ന് ഇട്ട് നോക്കും. ചിലപ്പോൾ ബെൻഡ് പ്ലേറ്റ് ഇട്ട് നോക്കും. അത് അതിൻ്റെ ഹൈറ്റിനനുസരിച്ചൊക്കെ നമ്മുടെ യുക്തിയാണ് ഈ പണിക്ക് ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് തിയറി പറ്റൂല. പിന്നെ ശരിക്കും തിയറിക്കലായിട്ട് ബെൻഡ് പ്ലേറ്റാണ് ആദ്യം ഇടേണ്ടത്. ഞങ്ങൾ ബെൻഡ് പ്ലേറ്റ് എന്നാണ്, ഇനി അതിന് വേറെ നാമം ഉണ്ടാവും. പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളും എളുപ്പത്തിലാണ് പറയുന്നത്, സാധാരണക്കാരന് മനസ്സിലാവണം. അതുപോലെ നമ്മൾ കുറേ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേറെ കുറേ ക്ലച്ച് ഇതാവണതിന് വേറെ തിയറിക്കലായിട്ട് കുറേ കാര്യങ്ങൾ, പക്ഷെ ഞാൻ കണ്ട് മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലച്ചിന് ഒരു കാരണവശാലും ഔട്ട് വരാൻ പാടില്ല. ഔട്ട് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഒരിക്കലും ഫ്രീ ആവില്ല. അപ്പോൾ അതേപോലെ ഇപ്പുറത്ത് MS ക്യാപ്പ് അതുപോലെ ശരിയായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. MS ക്യാപ്പിൻ്റെ അവിടെ ക്ലച്ച് റാഡ് പോണ സൈഡിൽ ഓവൽ വരാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ക്ലച്ച് ഇപ്പുറത്തെ ഗിയർ ബോക്സിന് ഔട്ടർ കവർ ഇട്ട് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ MS ക്യാപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പോയി കഴിഞ്ഞാൽ ആ ക്ലച്ച് റോഡിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ക്ലച്ചിന് ടൈറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയണത്. അപ്പോൾ ബാക്കി ഓരോരുത്തരും ഓരോ മെത്തേഡിലായിരിക്കും പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യണത്. ചെറുത് ഒരു കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ വിടാറില്ല. അപ്പോൾ അതേപോലെ ഈ ക്ലച്ച് റോഡിൻ്റെ ടിപ്പ് അറ്റം വരുന്നിടത്തൊക്കെ ഒരു അളവുണ്ട്. അത് കറക്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പുറത്ത് കൃത്യമായിട്ട് ഫ്രീ ആവുകയുള്ളൂ ക്ലച്ച്
പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കൊക്കെ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണ സമയത്തൊക്കെ സാറ് ഉണ്ടായിരുന്നു, എൻ്റെ സാറിൻ്റെ കൈയാണ് വന്നത് ഇടയ്ക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഓരോന്നിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ റാച്ചറ്റ് ഇന്നറിനൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അതിനൊക്കെ നല്ല പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഗിയർ ടൈറ്റ് മെയിനായിട്ട് ചിലപ്പോൾ ഫുട്ട് ഓപ്പറേറ്റിംഗ് ലിവറിൻ്റെ പുഷിന് പ്രശ്നം വന്നാൽ വരാം, ഗിയർ ഓപ്പറേറ്റിംഗ് ലിവറിൻ്റെ ഇതിന് പ്ലേ വന്നാൽ വരാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ മാത്രം ഇത് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഒരു ബുള്ളറ്റ് മെക്കാനിക്കിനും പഠിപ്പിക്കാനല്ലട്ടാ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നും, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങളൊരു കാണുന്ന ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരും. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കുറേ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോബിൻ്റെ ഇടയ്ക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫോൺ നമ്പർ ഒന്നിലും കൊടുക്കാത്തത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് കവർ നേരത്തെ ഇട്ട് കാണിച്ചത്, ഈ കവർ ഇട്ടിട്ട് ശേഷമാണ് നമ്മൾ ക്ലച്ച് ബെൻഡ് ഉണ്ടോ നോക്കേണ്ടത്, അല്ലെങ്കിൽ ക്ലച്ച് ഔട്ട് ഉണ്ടോ നോക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യമേ ഡമ്മി ആയിട്ട് വെച്ച് സെറ്റ് ചെയ്ത് ഗിയറിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം. ഇത് ചെറിയൊരു മെക്കാനിസം ആണെങ്കിലും നല്ല കോംപ്ലിക്കേഷൻ ഉള്ളൊരു ഏരിയ തന്നെയാണ്. വളരെ സമയമെടുത്ത് വേണം ചെയ്യാനത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഗിയർ പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. പിന്നെ മാക്സിമം ഇതിന് ബോണ്ട് വേണമെന്ന് നമ്മൾ, കാരണം ആദ്യ കാലങ്ങളിലൊന്നും ബോണ്ട് കുറവായിരുന്നു. ആദ്യ കാലങ്ങളിൽ ഈ ബോണ്ടൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ബീഡിങ് വരുന്നതൊക്കെ ചെറിയ സൈസുകളാണ്. അപ്പോൾ ബീഡിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ബോണ്ട് യൂസ് ചെയ്യുന്നത്. ശരിക്കും ബോണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും സെൻറ്ററിലേക്കാണ് അതിൻ്റെ പിടുത്തം കൊടുത്തത്. അതൊക്കെ അന്നത്തെ കാലത്ത് അവരുടെ തലയാണത്. കാരണം ഒരു ബോൾട്ടിലോ സെൻറ്ററിലേക്ക് ഒരു ബോൾട്ടിന് ആ കവർ അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും 4 സൈഡിലേക്ക് അതിൻ്റെ പിടുത്തം വരും. അപ്പോൾ അത് ബീഡിങ്ങൊക്കെ നല്ല കറക്റ്റ് ബീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം എല്ലാം ഫിനിഷായി. നമ്മളെല്ലാം വെച്ച് ചെക്ക് ചെയ്ത് ക്ലച്ചൊക്കെ ആദ്യമേ വെച്ച് ബെൻഡും ഔട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. അല്ലെ ബോണ്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് ഔട്ടുണ്ടെങ്കിൽ ഒന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലച്ചിനകത്ത് ഓയിൽ യൂസ് ചെയ്യണം 20W50 ആണ്. വേറെ ഓയിലൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ട് പോലെ ഈ എഞ്ചിൻ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കമ്പനി റെക്കമെൻഡ് ചെയ്യണ ഓയിൽ തന്നെയാണ്. അപ്പോൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അന്ന് നമുക്കിത് റിവ്യൂ എടുക്കാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ എടുപ്പിച്ചത്. അപ്പോൾ സാറിനെ കൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുപ്പിച്ചത് നിങ്ങളെ കാണിച്ചത്. എന്നിട്ട് സാറിന് പേടിയുണ്ടായിരുന്നു, ഞാൻ അടിക്കാൻ പറഞ്ഞിട്ടും. അത് ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗങ്ങൾ സാറിൻ്റെ പേടി എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂവിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ അതിശയിപ്പിച്ച് കളഞ്ഞത്. അപ്പം നമുക്ക് അത് ബാക്കി കാണാം. ഓക്കെ. വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് റിവ്യൂ തരാമെന്ന് പറഞ്ഞു. റിവ്യൂ നമ്മൾ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞ്. അത് എൻ്റെ വർക്ക്ഷോപ്പ് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം കൂടിയായിരുന്നു ആ റിവ്യൂ. അതും അദ്ദേഹത്തെ പോലൊരു കായിക താരത്തിൽ നിന്ന് നമ്മളത് പറയേണ്ട കാര്യമില്ലല്ലോ. ഹലോ, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പം അന്ന് സാറ് എനിക്കൊരു റിവ്യൂവിന് ഇത് തന്നില്ല. അപ്പൊ ഇന്ന് റിവ്യൂ തരാനായിട്ട് വന്നിട്ട് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ്. സാറിന് എന്റെ ഫ്രെയിമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ഗുഡ് മോർണിംഗ്. മേഖലയിലാണ് വർക്ക് ചെയ്തത്. എവിടെയാണ് സാറിന്റെ സ്ഥലം, എവിടെയാണ് താമസിക്കുന്നത്, സാറിന്റെ പ്രൊഫഷൻ, ഇതെല്ലാം സാറ് തന്നെ പറയട്ടെ. ഞാൻ പറയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ആധികാരികം കൊണ്ട് സാർ തന്നെ പറയാൻ പറ്റും. അപ്പൊ സാർ ഞാൻ കളമശ്ശേരിക്കാരനാണ്. പേര് ഷെൽട്ടൻ എന്നാണ്. കളമശ്ശേരി എന്ന് പറയുന്നത് നോർത്ത് കളമശ്ശേരിയിൽ 10-50 കൊല്ലമായിട്ട് താമസിക്കുന്ന ഒരു ആളാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പുറത്താണ്. ദുബായിലാണ് ജോലി ചെയ്യണത്. എല്ലാ കൊല്ലം ഇവിടെ വരും. വൈഫും ടീച്ചറാണ്. ഞങ്ങളെല്ലാവരും ഒരു സ്കൂളിലേക്ക് പോവും, തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതാണ് എൻ്റെ ഒരു ലൈനപ്പ്. ഈ ഗോൾഡ് മെഡൽ വിൻ ചെയ്തെങ്കിലും അത് 35 ഒരു മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് നിങ്ങളിപ്പോ കേട്ടോ, മാസ്റ്റേഴ്സ്. അതിന് വലിയ ഗ്ലാമർ ഒന്നും ഇല്ല. കാര്യം 35 വയസ്സ് പ്ലസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അതായത് അതുകൊണ്ട് വലിയ ഗ്ലാമർ ഒന്നും ഇല്ല. ഇപ്പൊ പത്രത്തിൽ വന്നപ്പോഴും എന്റെ നെയ്ബേഴ്സ് പത്രത്തിൽ വന്നപ്പോഴാണ് അവർ നീ ഇന്ത്യൻ ടീമിലുണ്ടാ ചോദിക്കണത്. അപ്പൊ അങ്ങനെയാണ് അപ്പോഴും തൊട്ടുള്ള ആൾക്കാരൊക്കെ അറിയണത്.
അപ്പൊ അതിന് വലിയ ഇതൊന്നും 2 കൊല്ലം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ഞാൻ. 2 കൊല്ലം ശരിക്കും പീക്കിലായിരുന്നു. അപ്പൊ അങ്ങനെ ആ 2 കൊല്ലത്തിലാണ് എനിക്ക് കുറച്ച് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റിയത്. സാർ ഇത്ര കാര്യമുണ്ട്. എന്റെ പാഷൻ എന്ന് പറഞ്ഞപ്പോ താങ്കളുടെ പാഷൻ ഇതാണല്ലോ. എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷന് പോകണമെന്നാണ് എന്റെ പാഷൻ. അതെനിക്ക് എന്റെ ജീവിതത്തിൽ 2 കൊല്ലം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ല, നെക്സ്റ്റ് ഇയർ ജപ്പാനിൽ ഒരു മീറ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതില് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെ ഇരിക്കില്ല. ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഇന്റർനാഷണൽ മെഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പോയി അത്രയും രാജ്യക്കാർ വരുന്നുണ്ട്. 10-28 രാജ്യങ്ങൾ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാം പുലികളാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ഈ പാഷനേറ്റ് എന്ന് പറയുമ്പോ താങ്കളൊരു വണ്ടി നന്നാക്കി കൊടുത്ത് ആ കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോകുമ്പോഴുള്ള ഒരു പാഷനാണോ, അല്ലെങ്കിൽ താങ്കൾ ഒരു ബുള്ളറ്റ് ഓടിച്ച് ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീൽഡ്? ഞാനൊക്കെ അങ്ങനെ പാഷനേറ്റ് ആയത്, മനസ്സിലായി. എനിക്ക് വേറൊരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ഐ എം പാഷനേറ്റ് അബൌട്ട് ഡ്രൈവിംഗ്. താങ്കള് എന്താണ് അത് ഓടിച്ച് ഉള്ള സുഖമാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ പറഞ്ഞ്? സാർ ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓടിച്ചു നോക്കി അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ ഹാപ്പി ആക്കി ഇടുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കളിയല്ല. പിന്നെ അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു നോക്കി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരത് ഇങ്ങോട്ട് പറയുന്നതിന് നല്ല അത് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കി വിടുക. അപ്പൊ അത് ഓടിച്ച് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ അത് കംപ്ലൈന്റ് ഉണ്ട് ഇത് കംപ്ലൈന്റ് ഉണ്ട് അത് പറയുന്നത്. അതില് വേറെ കാര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ വേറെ പറയാൻ പാടുള്ളൂ എന്ന് അറിയില്ല. ഞാൻ കുറച്ച് സ്ഥലത്ത് കാണിച്ചിട്ടാണ് വന്നത്. അതായത് ഒരു 3 സ്ഥലത്ത് കാണിച്ചപ്പോ അവര് എന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാല് വണ്ടി 4th കൊടുക്കുമ്പോ ത്രോട്ടിൽ കിട്ടുന്നില്ല, ഇടക്ക് മിസ്സിങ് വന്ന് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം അവര് പറയണത് ടാങ്കില് തുരുമ്പ് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാർബറേറ്റർ. പക്ഷെ ഇവര് ഈ കാർബറേറ്ററിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഞാനിത് ഓൾറെഡി 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് കാർബറേറ്റർ. അപ്പൊ അവര് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, ഒരു ബിൽഡപ്പ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ താങ്കള് എന്റെ വണ്ടി കിട്ടിയ ശേഷം താങ്കളത് ടെസ്റ്റ് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. താങ്കളത് താക്കോലെടുത്തിട്ട് നേരെ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. താങ്കളൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട്, ഞാൻ ഇപ്പോൾ 10-40 കൊല്ലമായിട്ട് ഓടിക്കുന്ന ഒരാളാണ്, ഇത്രയും നീട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഓർത്ത് ആ വഴി പോയെന്ന് ഓർത്തു, മനസ്സിലായി. താങ്കളൊരു 4-4.5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. എവിടെയെങ്കിലും പോയി നിന്ന് വല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നതാണോ, അല്ലെങ്കിൽ അല്ലല്ലേ? അല്ല, വേറെ കാര്യമുണ്ട്. അപ്പൊ അത്രയും ഓടിച്ച് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി വന്നപ്പോ ചോദിച്ചു, മനു വല്ല മനസ്സിലായോ, സംഭവം എന്താന്ന് മനസ്സിലായി? അപ്പൊ പുള്ളി അപ്പോഴും പറയില്ല, പുള്ളി ചെറുതായിട്ട് മനസ്സിലായിട്ടെന്ന് പറഞ്ഞ് നേരെ എന്താ അതിന്റെ പേര്, ഡെൽകോ, നേരെ അതിലേക്കൊക്കെ പോയത്. പക്ഷെ അത് തന്നെയായിരുന്നു അതിന്റെ റീസൺ, അല്ലേ? അല്ല സാറേ, അത് ഒരു കസ്റ്റമർ ഒരു വണ്ടി കംപ്ലൈന്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചില കംപ്ലൈന്റ് ചിലവർ പറയും ഇന്ന സ്ഥലത്ത്. അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചു നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഓരോ സർവീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കംപ്ലൈന്റ് ചെയ്യുമ്പോഴും അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഞാൻ എപ്പോഴും പറയാം, എൻ്റെ വീഡിയോസ് പറയുന്നില്ല, ഒരു പോരായ കൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാതിരിക്കാനാണ് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ചെയ്ത് വിടുന്നു. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ അത് ആ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് അറിവുകൾ പല സ്ഥലത്തും ഞാൻ അറിവുകൾ ഓരോരുത്തുനിന്ന് കിട്ടാറുണ്ട്. ഞാൻ ഒരുപാട് അറിവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ചുമ്മാ നമ്മളിത് ചെയ്യുന്ന ഒരു സംഭവം അല്ലത്. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ ഇതിനകത്ത് കാണിച്ച പോലെ ഇപ്പൊ ഇവിടെ ഇതുപോലത്തെ ഒരു സംഭവം റോയൽ എൻഫീൽഡ് കമ്പനി ഇറക്കി വെച്ചേക്കുന്ന ഒരു ബുക്കാണ്. അതായത് അന്നത്തെ കാലഘട്ടങ്ങളിൽ റോയൽ എൻഫീൽഡ് കമ്പനി ഇംഗ്ലണ്ടുകാർ ഇറക്കി വെച്ചേക്കുന്ന ബുക്ക്. ഇതിനകത്ത് ഇതിൽ കവിഞ്ഞൊരു ഇത് എനിക്ക് കാണിച്ചു തരാനില്ല. അപ്പൊ അവരൊരു വർക്ക്ഷോപ്പ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എങ്ങനെ സർവീസ്, ഒരു വണ്ടികൾക്ക് എങ്ങനെ സർവീസ് കൊടുക്കണം, ഏതൊക്കെ പാർട്ടിൽ സർവീസ് കൊടുക്കണം, അതുപോലെ നമ്മുടെ ഓരോ പാർട്ടുകളിൽ വേണ്ട ക്ലിയറൻസുകൾ, അപ്പൊ സർവീസിന്റെ മെത്തേഡുകൾ എല്ലാം ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ പാർട്ടികൾ ചെയ്യുന്ന ജോലി, ഓരോ വണ്ടിക്കകത്ത് ഓരോ പാർട്ടികൾ ചെയ്യുന്ന പ്രാധാന്യത അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഇതിനകത്ത് വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചുമ്മാ എന്റെ ഇതിൽ തോന്നുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങളല്ല. അത് മാത്രമല്ല, ഞാൻ ഈ ഓൺലൈനിൽ പണ്ട് സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. ഈ അങ്ങനെ ഞാൻ നിർത്തി. കാര്യം ഓൺലൈനിൽ വന്ന് നമ്മൾ കാശ് കൊടുത്തിട്ട് അവർ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ടോട്ടലി ഡിസ്പ്ലേ. അപ്പൊ ഞാൻ അത് നിർത്തി. അപ്പൊ നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് കണ്ടിട്ട് ഞാൻ വാങ്ങിക്കണ ഒരു ആ സംഭവം നിർത്തി, പോളിസി നിർത്തി. അപ്പൊ താങ്കളുടെ വീഡിയോയില് കണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് വണ്ടി തരുമ്പോഴും ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിൽക്കണോണ്ടാണോ താങ്കൾ അങ്ങനെ ചെയ്യണത്, എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടക്ക് അങ്ങനെ അവിടെ ഒരു ചായക്കടയുണ്ട് അപ്പുറത്ത്. ആ ചായക്കടയിൽ പോയി ഞാൻ ചായ കുടിച്ച് പതുക്കെ ഒളിഞ്ഞിങ്ങനെ നോക്കുമ്പോഴും
പുള്ളി ഇത് തന്നെ ചെയ്യണം. പുള്ളി ആ ഡീറ്റെയിലിങ്ങും അതിന്റെ ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഐ മീൻ ഒന്ന് തുടച്ചു വിട്ടണം കയറ്റിയ സാധനം. പക്ഷെ താങ്കള് ഒന്നിനും ചെയ്ത് അങ്ങനെ ആയി പോയതാണോ? അല്ലെങ്കിൽ അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ കാര്യം കൂടെ പറഞ്ഞു. അപ്പൊ സാറ് വന്ന് ആ വണ്ടി പണിയപ്പോ എനിക്ക് സാറിനോട് പറയാം ഇത്തിരി സമയം എടുക്കും, സാറ് പൊയ്ക്കോ, അത് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇതേതൊക്കെ തുടച്ചും എനിക്ക് ചെയ്ത് കഴിഞ്ഞാലും സാർ അത് അറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ അതല്ല, നമ്മൾ ചെയ്യുന്നൊരു ജോലി എന്താണോ അത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന, വളരെ അത് എന്താന്ന് എനിക്ക് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. സാർ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, എത്തിപ്പെടാനുള്ള ഒരു കാരണം സാർ ഇവിടെ വന്നിട്ട് ഞാൻ വണ്ടി പണിതിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ റിസൾട്ട്, അതിൽ സാർ സാറ്റിസ്ഫൈഡ് ആണോ, എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം. ഞാനിപ്പോ രണ്ടാമത്തെ വന്നതെന്ന് പറഞ്ഞാല് വണ്ടി താങ്കൾ ഷട്ടർ തുറന്നപ്പോ മനസ്സിലായില്ലേ, ഞാൻ വന്നത് ഹാപ്പി ആയിട്ട് വന്നത്. അതായത് ഞാനിവിടെ വണ്ടി താങ്കളെ എൻ്റെ മോള് ആക്ച്വലി ഇങ്ങനെ ബ്ലോഗ് ചെയ്ത എൻ്റെ ഫോൺ മോളുടെ കയ്യിലായിരുന്നു. അപ്പൊ മോളിൽ ഇപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ബുള്ളറ്റിന്റെ ഇത്, അപ്പൊ ഞാൻ തട്ടിപ്പറിച്ച് എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോ ഞാൻ ഇങ്ങനത്തെ സെയിം വീഡിയോസ് ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് സർവീസ് ചെയ്യണതും കണ്ടിട്ടില്ല. അപ്പൊ ഞാനത് കൊള്ളാലോ സംഭവം. പിന്നീട് നോക്കിയപ്പോ മലയാളത്തില് അപ്പൊ എനിക്ക് മനസ്സിലായി താങ്കള് ഇവിടെ ഉള്ള ആളാന്ന് മനസ്സിലായി. പിന്നെ ഐ വാസ് ഗോയിങ് മൂവ് ഇൻ ടു ഇറ്റ് ആലോചിക്കാതെ മനസ്സിലായപ്പോ പിന്നെ വേറെ സംശയിച്ചു നിന്നില്ല. അപ്പൊ തന്നെ ഞാൻ ആ നമ്പർ എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ച് വന്ന്. അങ്ങനെയാണ് പലരും വന്നേക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ ഞാൻ കണ്ട് അങ്ങനെ എൻ്റെ വണ്ടിയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ കുറച്ച് വാച്ചൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ താങ്കൾ ഇവിടുന്ന് ഞാൻ വണ്ടി കൊണ്ടുപോയല്ലോ, ആഫ്റ്റർ യു റിപ്പയർ ദ ബൈക്ക് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി. ഇപ്പൊ 2 ദിവസമായി. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ലീവിന് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ 2 മണിക്ക്, രാത്രി 2 മണിക്ക് ഞാൻ മെട്രോയുടെ അടിയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചെടുക്കുന്നത്. അതായത് കളമശ്ശേരിയിൽ നിന്ന് അറ്റം വരെ പോയിട്ട് ഞാൻ നമ്മുടെ ഫോട്ടോ വെച്ചില്ല, സോറി, വാട്ട്സ് ദാറ്റ് കോൾഡ്, അതിനു മുമ്പുള്ള സ്ഥലം തേവര കഴിഞ്ഞിട്ട്, തേവര പാലം കഴിഞ്ഞിട്ട് മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിൽ നിന്ന് അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് അത് പാതിരാത്രി 2 മണിക്ക്. എൻജോയ്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കുന്നത്. കാര്യം പഴം പോലെ ക്ലച്ചും എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ പ്രോബ്ലം ആയിരുന്നല്ലോ, അതൊക്കെ വെറുതെ കൊടുക്കുമ്പോ വണ്ടികൾ പോടി, മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ ഒരു മെക്കാനിക്കിന്, ഐ മീൻ രണ്ടാമത്തെ ഞാൻ പോയിട്ടുമില്ല. താങ്കൾ ഒരു കാരണവശാലും ഈ ഫീൽഡ് വിട്ട് മാറി നിൽക്കരുത്. അപ്പൊ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഞാൻ 10-35 കൊല്ലമായിട്ട് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ കൈ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് കാരണമുണ്ട്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിട്ടേൺ തന്നെ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് റിട്ടേൺ വന്നിട്ട് അവന്റെ കൈ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് എന്റെ മനസ്സിൽ കിടക്കും. കാരണം എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കൈവച്ചുള്ള പരിപാടിയാണല്ലോ. അപ്പൊ അത് ഞാൻ ഒരിക്കലും, അപ്പൊ താങ്കൾ അന്ന് പണി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയി ഹാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് പിന്നെ എന്റെ മനസ്സിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് 2-3 ദിവസം കഴിഞ്ഞ് ആ ടൈമിംഗ് ഒക്കെ പോവും. പക്ഷെ ഇന്ന് കാലത്തും ഞാൻ കൈവച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. വൺസ് മോർ ഞാൻ പറയണത് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, അത് താങ്കള് ഇങ്ങനെ തന്നെ പോവാ, ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. മനു, ജസ്റ്റ് ഒരു ലാസ്റ്റ് വാക്ക്. മനു, താങ്ക്സ് ഫോർ എവറിത്തിങ്. പേഴ്സണലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങള് ശരിക്കും ഒരു ബുള്ളറ്റ് പ്രേമി ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് പരിചയപ്പെട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ.